നമസ്കാരം. പാകിസ്ഥാനികളുടെ നെഞ്ചത്ത് തന്നെ ബോംബിട്ടിരിക്കുകയാണ് റഷ്യ. പാകിസ്ഥാനികൾ ഇന്ത്യയോട് കളിച്ച് നല്ല മുട്ടൻ പണി വാങ്ങിയ അന്നു മുതൽ പേടിച്ച് മാളത്തിൽ ഒളിക്കാനും വയ്യ, പുറത്തേക്ക് ഇറങ്ങാനും വയ്യ എന്ന അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയോട് ഒറ്റയ്ക്ക് നിന്ന് ഏറ്റുമുട്ടാൻ ഇനി ചങ്കുറപ്പില്ല എന്ന കാര്യം വാസ്തവമാണ്. അപ്പോൾ കൂട്ടിന് ആരെയെങ്കിലും കൂട്ടണം. അതിനാണ് ആദ്യം ട്രംപിന്റെ കാലുപിടിച്ച് ട്രംപിനെ കൂടെ നിർത്താൻ ശ്രമിച്ചത്. അതിനു പിന്നാലെ ട്രംപിന് തന്നെ മോദിയെ ഒരൽപ്പം ഭയഭക്തി ബഹുമാനമുണ്ട് എന്ന കാര്യം ഇന്ത്യയുടെ താരിഫ് ഉയർത്തിയുള്ള ഭീഷണിയിൽ വിറയ്ക്കാതെയുള്ള നിൽപ്പ് കണ്ടപ്പോൾ പാകിസ്ഥാനികൾക്ക് ബോധ്യമായി. ഇനി അടുത്ത പടി സൗദി അറേബ്യയെ കൂടെ നിർത്തുക എന്നുള്ളതായിരുന്നു. മതത്തിന്റെ പേരും പറഞ്ഞ് സൗദിയെ കൂടെ നിർത്തിയെങ്കിലും സൗദിക്ക് ഇന്ത്യയുമായുള്ള സഹകരണവും സൗഹൃദ ബന്ധവും പാകിസ്ഥാന് നന്നായി അറിയാം. മുസ്ലിം രാഷ്ട്രമാണെങ്കിലും പാകിസ്ഥാനികളെ പോലെ നെറികെട്ടവരല്ല സൗദി അറേബ്യയിലുള്ള ഭരണാധികാരികൾ എന്നുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാന്റെ കളികൾ അത്ര പെട്ടെന്ന് സൗദിയിലും നടപ്പിലാവില്ല. പിന്നീട് ഇന്ത്യയെ തെറി പറഞ്ഞും പിന്നിൽ നിന്ന് കൂകി വിളിച്ചും കല്ലെടുത്തെറിയാൻ ശ്രമിച്ചുമൊക്കെ വെറുതെ നാറിയ നാടകം കളിക്കുകയായിരുന്നു പാകിസ്ഥാനികൾ. പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളെല്ലാം കൂടി പാകിസ്ഥാൻ കത്തിക്കാൻ പുറപ്പെട്ടതോടുകൂടി ഇനി കൂടുതൽ കളികൾ മുന്നോട്ട് കളിച്ചാൽ തട്ടകത്തിൽ നിന്ന് തന്നെ പണി കിട്ടുമെന്ന് പാകിസ്ഥാന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് പിന്നീട് വീണ്ടും റഷ്യ തങ്ങളെ സൈനികപരമായി സഹായിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള നട്ടാൽ മുളയ്ക്കാത്ത നുണയും പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനികൾ ഇറങ്ങി. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദവും റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൈനിക സാമ്പത്തിക സഹായങ്ങളും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു റഷ്യയെ കൂടെ നിർത്തി ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമം പാകിസ്ഥാനികൾ നടത്തി. എന്നാൽ അതിനെ ഓടിച്ചു മടക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് റഷ്യ. പാകിസ്ഥാന് സൈനിക സഹായം നൽകാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ നിഷ്കരുണം തള്ളി റഷ്യ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പാക് സൈന്യത്തിന്റെ ചൈനീസ് നിർമ്മിത JF-17 യുദ്ധവിമാനങ്ങൾക്ക് എഞ്ചിനുകൾ ലഭ്യമാക്കുന്നത് വഴി പാകിസ്ഥാന് റഷ്യ സൈനിക സഹായം നൽകാൻ ഒരുങ്ങുന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് റഷ്യയുടെ പ്രതികരണം പുറത്തു വന്നത്. റിപ്പോർട്ടുകൾ യുക്തിരഹിതമാണ് എന്ന് റഷ്യയുടെ ഉന്നതോദ്യോഗസ്ഥൻ പ്രതികരിച്ചതായി ടൈംസ് നൗ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാന്റെ JF-17 ബ്ലോക്ക് 3 യുദ്ധവിമാനങ്ങൾക്ക് RD-93MA എഞ്ചിനുകൾ റഷ്യ വിതരണം ചെയ്യാനുള്ള നീക്കത്തിലാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇത്തരമൊരു നടപടിയെക്കുറിച്ച് യാതൊരു സ്ഥിരീകരണവും ഇല്ല എന്ന് വ്യക്തമാക്കിയ റഷ്യൻ ഉന്നതോദ്യോഗസ്ഥൻ ഇത്തരം റിപ്പോർട്ടുകൾ യുക്തിരഹിതമാണെന്നും വിഷയത്തെ ഗൗരവത്തോടെ പരിഗണിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യതയില്ലാത്തതാണ് എന്നും വിമർശിച്ചു. ഇന്ത്യയെ അസ്വസ്ഥമാക്കുന്ന വിധത്തിലുള്ള സഹകരണം പാകിസ്ഥാനുമായി റഷ്യക്കില്ല എന്നും അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്നതും മുന്നോട്ടുള്ളതുമായ ഇന്ത്യ റഷ്യ സഹകരണത്തെ തകർക്കാനുള്ള ശ്രമമായാണ് ഈ റിപ്പോർട്ടുകളെ കാണുന്നതെന്നും ഉന്നത റഷ്യൻ ഉദ്യോഗസ്ഥൻ തന്നെ കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ആ സമയത്തു തന്നെയാണ് റഷ്യ തന്നെ ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയായിരുന്നു റഷ്യ. എന്തുകൊണ്ട് പാകിസ്ഥാന് യുദ്ധവിമാന എഞ്ചിനുകളുടെ വിതരണത്തിലൂടെ സൈനിക സഹായം നൽകുന്നു എന്നായിരുന്നു കോൺഗ്രസിന്റെ ചോദ്യം. എന്താണെങ്കിലും പാകിസ്ഥാനികൾക്കും ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സംശയത്തിന്റെ മുൾനിരയിൽ നിർത്തിയ കോൺഗ്രസിനും നെഞ്ചത്ത് ബോംബിട്ടതുപോലെയായി റഷ്യയുടെ തിരിച്ചടി എന്ന് വേണം പറയാൻ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച